സാലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സി ബാൻഡ് നമ്മൾ ചെയ്തിരിക്കുന്ന 6 ഫീറ്റ് ഡിഷാണ്. ചെയ്തിരിക്കുന്ന സാറ്റലൈറ്റ് പാലപ്പ 13 ഡിഗ്രി. നമുക്കറിയാം പാലപ്പ 13 ഡിഗ്രി നല്ലൊരു സാറ്റലൈറ്റാണ്. മുൻകാലത്തൊക്കെ നല്ല ചാനൽസ് ഉണ്ടായിരുന്ന ഒരു സാറ്റലൈറ്റാണ് ഈ പാലപ്പ എന്ന് പറയുന്ന സാറ്റലൈറ്റ്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വിടുന്ന ഒരു സാറ്റലൈറ്റ് അല്ലെങ്കിൽ ആദ്യമായിട്ട് വിടുന്ന ഒരു വീഡിയോസാണ് ഈ 113 ഡിഗ്രി. ഇതിൻ്റെ മുന്നേ ട്രാക്ക് ചെയ്ത് നോക്കിയതാണ്, പക്ഷെ മറവ് കാരണം ബുദ്ധിമുട്ടായതുകൊണ്ടായിരുന്നു വിടാതിരുന്നിരുന്നത്. ഇപ്പോൾ നമുക്ക് ഇത്തിരി ചാനൽ കിട്ടുന്നുണ്ട്, എന്നാലും ശരി ഫുൾ ചാനൽ കിട്ടുന്നില്ല. ഇതിൻ്റെ ചെരിവ്, LNBൻ്റെ ചെരിവ് നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് LNBൻ്റെ ചെരിവ് വരുന്നത്. അത്യാവശ്യം 6 ഫീറ്റിന് നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ എനിക്കിവിടെ മറവ് കാരണം ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ല അത്രയും അടിയിൽ നിന്ന് ചെരിഞ്ഞ് നിൽക്കണമുണ്ട്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയുണ്ട്, അത്രയും മറവാണ് എനിക്ക് വരുന്നത്. അത്രയും മറവുള്ളത് കാരണം തെങ്ങിൻ്റെ മറവാണ്, അതുകൊണ്ട് പാടാണ് ചാനൽ വരാൻ. എന്നാലും കുറച്ച് ചാനൽസൊക്കെ കിട്ടുന്നുണ്ട്. ഉള്ള ചാനൽസ് ഞാൻ കാണിക്കാം ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ചെരിവ് വരുന്നത് 33, മേലിന്ന് അടിയിലോട്ട് വരുന്നത് 33 സെൻറ്റിമീറ്ററാണ്. ചൈന സാറ്റ് 110 വരുന്നത് 31 സെൻറ്റിമീറ്റർ, ഇത് 33 സെൻറ്റിമീറ്റർ. ചൈന സാറ്റിൽ നിന്ന് ഒരു 2 സെൻറ്റിമീറ്റർ വലത്തോട്ട് കറക്കിയാൽ മതി ഡിഷ്. എന്നിട്ട് 33ലേക്ക് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. LNBൻ്റെ സ്ക്യൂവിൽ മാറ്റം വരുന്നില്ല, ആ രീതിയിൽ തന്നെ LNBൻ്റെ സ്ക്യൂ വരുന്നത്. നല്ല രീതിയിൽ ട്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു സാറ്റലൈറ്റാണ് ഈ പാലപ്പ എന്ന് പറയുന്ന സാറ്റലൈറ്റ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചാനൽസ്, ഫ്രീ ചാനൽസും ഇതിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഫുൾ ചാനൽ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതേപോലെ നല്ല ഒരു ഒഴിഞ്ഞ സ്ഥലം, എനിക്ക് മറവാണ്, ഒരു ഒഴിഞ്ഞ അത്രയും അടിയിലാണ് നിൽക്കുന്നത്. അത്രയും ചെരിഞ്ഞ് നിൽക്കുമ്പോഴുള്ള ആ ഒരു മാറ്റം നിങ്ങൾക്കറിയാം. സിഗ്നലിന് കിട്ടാൻ ഇത്തിരി പാടാണ്. എന്നാലും ശരി, ഇങ്ങനെയൊക്കെ നല്ല ഏരിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിച്ച് നോക്കുക. നല്ല കുഴപ്പമില്ലാത്ത ചാനൽസ് ഇതിൽ ഫ്രീ ചാനൽസ് ഉണ്ട് ഉള്ളത്, നല്ല നല്ല ചാനൽസാണ്. അപ്പോൾ നിങ്ങൾ ട്രാക്ക് ചെയ്ത് നോക്കണം. പാലപ്പ എന്ന് പറയുന്ന സാറ്റലൈറ്റ്, അതിൻ്റെ കീബോർഡ് നമുക്ക് സാറ്റലൈറ്റുകളുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്താൽ അറിയുള്ളൂ പുതിയ ചാനൽസ് ഏതാണെന്നുള്ളത്. ഞാൻ സാറ്റലൈറ്റിൻ്റെ സ്ഥാനത്ത് 13 എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. LNB ഫ്രീക്വൻസി കറക്റ്റ് കൊടുക്കുക. ഡൈസിക്കിലാണ് കൊടുത്തിരിക്കുന്നത് 3. പിന്നെ നല്ലൊരു സിഗ്നലുള്ള ഒരു TP ആണ് ഇത്. 3865 വെർട്ടിക്കൽ 43 33. ഇത് വെച്ചിട്ട് നിങ്ങൾ ട്രാക്ക് ചെയ്യുക ഡിഷ്. നമുക്ക് സ്കാൻ ചെയ്യാം. ഈ സ്കാൻ ചെയ്യുന്ന ഇടയിൽ നമ്മൾ മറ്റുള്ള ഡിഷിനെ കുറിച്ച് അറിയുന്ന ചില കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ലൊരു LNB കയ്യിൽ വയ്ക്കുക. നിങ്ങൾക്ക് ഏറ്റവും നല്ല സിഗ്നൽ കിട്ടുന്നു എന്ന് ബോധ്യമുള്ള ഒരു LNB വയ്ക്കുക. അതേപോലെ തന്നെ ഒരു 3 മീറ്ററിൽ നല്ലൊരു കേബിൾ കയ്യിൽ കരുതുക. ഒരു ട്രാക്ക് ചെയ്യേണ്ട ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓരോ സൈറ്റിൽ പോകുമ്പോഴും പല LNBകളായിരിക്കും കയ്യിലുണ്ടാവുക, അല്ലെങ്കിൽ അവരെടുത്തുണ്ടാവുക. അപ്പോൾ അതെല്ലാം വർക്കൗട്ടാണോ എന്നറിയില്ല. അപ്പം നിങ്ങൾ LNB ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും അത്രയും ടൈം നമുക്ക് കിട്ടും. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ആ വീട്ടിലുള്ള LNB വെച്ചിട്ട് ട്രാക്ക് ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾ നിലവിൽ ആദ്യം പിടിച്ചിരിക്കുന്ന ആ LNBയിൽ കിട്ടുന്ന അതേ സിഗ്നൽ കിട്ടുമ്പോൾ നമുക്കറിയാം ഓക്കെ ആണെന്നുള്ളത്. അല്ലെങ്കിൽ അവർ LNBക്ക് കംപ്ലൈൻ്റ് ആണെന്ന് നമുക്ക് വിലയിരുത്താം. അത് ശ്രദ്ധിക്കുക. പിന്നെ ലൊക്കേഷൻ പരമാവധി നമ്മൾ നല്ല രീതിയിലുള്ള ലൊക്കേഷൻ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു പ്ലെയിൻ സ്ഥലത്ത്, അതായത് ഡിഷൊക്കെ നല്ല രീതിയിൽ നിർത്താൻ പറ്റിയ സ്ഥലത്ത് വെച്ച് ചെയ്യുക. അപ്പോൾ അത്രയും നമുക്ക് എളുപ്പം കിട്ടും. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അടിഭാഗം അത്രയും കറക്റ്റുള്ള സ്ഥലത്ത് വെച്ചിട്ട് ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള സാറ്റലൈറ്റുകളൊക്കെ ട്രാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ്. ആ രീതി ചെയ്യാൻ നോക്കുക. അപ്പോൾ 45 ചാനൽസ് കയറി. ഇനി ചാനൽസ് ഇതിൽ കയറാറുണ്ടോ നോക്കാം. 72%. അതേപോലെ തന്നെ കണക്ടറൊക്കെ നല്ല രീതിയിൽ അടിക്കാൻ ശ്രമിക്കുക. കണക്ടറൊക്കെ അടിക്കുമ്പോൾ കറക്റ്റായിട്ട് അടിക്കാൻ നോക്കുക. നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. 91%. 93. പക്ഷെ 46
ചാനൽസ് കയറിയിട്ടുള്ളൂ. ഓക്കെ വന്നു. അപ്പോൾ ഇത്രയും ചാനൽസാണ് ഇപ്പോൾ